രാജ്യത്തിൻ്റെ ഒരു കഥ ഞാൻ നോവലായിട്ട് എഴുതിയിരിക്കണം. അത് ക്രൈസ്തവ സാഹിത്യരംഗത്തെ ഒരു വലിയ സാഹിത്യ സ്വഭാവം ഇതുവരെ പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യം ചരിത്രം, ഈ ക്രിസ്തീയ രാജവംശത്തിൻ്റെ ചരിത്രം. അത് ക്രിസ്ത്യാനികൾക്ക് പോലും അറിയാൻ വയ്യാത്ത, ആർക്കും അറിയാൻ വയ്യാത്ത ഒരു സംഭവം. അപ്പോൾ അതേപ്പറ്റി ഞാൻ പുസ്തകം എത്തിക്കണം. അപ്പോൾ ആ പുസ്തകത്തെ പറ്റി ഒരു ചർച്ച നമുക്ക് ശനിയാഴ്ച 15-ാം തീയതി 3 മണിക്ക് എറണാകുളത്ത് വെട്ടുകല്ല് ആർപ്പിയുടെ ഇൻഫാം ഹാളിൽ വെച്ചൊരു മീറ്റിംഗാണ്. പിന്നെ ഈ പിതാമണത്തെ പറ്റി ഒരു ചർച്ച സമ്മേളനം നടത്തും. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ നിർമ്മലാജിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. പിന്നെ ഡോക്ടർ ജോർജ് വർഗീസ് ഞാത്തിന് ഉദ്ഘാടനം ചെയ്തു. പിന്നെ മുഖ്യ ടോമി നിർത്തിക്കൽ നടത്തുന്നു. പിന്നെ ഗ്രൂപ്പ് മെമ്പർ ലാരി സണ്ണി, പിന്നെ ആൻസി സോണി, അങ്ങനെ മൂളി ജോസഫ് മുക്കൽ, ടോമി നിർത്തിക്കൽ തുടങ്ങിയ പിന്നെ പണിയാളം പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ള വിഐപികളെല്ലാം പങ്കെടുക്കുന്നൊരു ചർച്ചാ സമ്മേളനമാണ്. ആ സമ്മേളനത്തോടനുസരിച്ചാണ് നമ്മുടെ ക്രിസ്ത്യാനികൾക്കും ഈ ഒരു സ്വതന്ത്രമായ രാജ്യം ഈ കേരളത്തിലുണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് പട്ടാളവും രാജാവും ഒക്കെ ആയിട്ട് രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യം ഇവിടെ തോമസ് ലീഗ കേരളത്തിൽ വന്ന ഇങ്ങനെ ക്രിസ്ത്യാനികളായി കഴിയുമ്പോൾ ഈ ചേരമാൻ പെരുമാക്കയുടെ കാലത്തായിരുന്നു. അപ്പോൾ ആ രാജവംശം അന്യം നിന്നപ്പോൾ പെരുമാക്കന്മാർക്ക് ക്രിസ്ത്യാനികൾ നമ്മൾ ചേതമംഗലം കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി ഇല്ലാവട്ടമെന്നും പറഞ്ഞൊരു ഈ ഒരു പ്രത്യേക രാജ്യം ഉണ്ടാക്കി കൊടുക്കും. ആ രാജ്യം 9-ാം നൂറ്റാണ്ട് വരെ ഈ അതിൻ്റെ തലസ്ഥാനം ഈ ഇല്ലാവട്ടമെന്നുള്ളത്. ഈ 9-ാം നൂറ്റാണ്ടിൽ വിദേശികൾ വന്ന് ആക്രമിച്ച് ഈ രാജകുമാരെ കൊല്ലുകയെല്ലാം ചെയ്ത് അതിൻ്റെ തലസ്ഥാനം പിന്നീട് ഉദയംപേര് വിട്ടു മാറ്റി. 15-ാം നൂറ്റാണ്ട് വരെ ഈ രാജ്യം സമൃദ്ധമായിട്ട് ഒത്തിരി രാജകുമാരന്മാർ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അവിടെ രാജകുമാരന്മാരില്ലാതായിട്ട് ഈ രാജവംശം അന്യം നിന്നു. അതിനിടയ്ക്ക് ഒത്തിരി യുദ്ധങ്ങളും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി അതാണ് ഭയങ്കര ഒരു അതാണ് അങ്ങനെ ഈ രാജവംശം അന്യം നിന്നു. ഈ അവസാനത്തെ ഈ രാജാവ് ഈ രാജകുമാരൻ മലയാറ്റൂർ വെച്ചിട്ട് സന്യാസിയായിട്ട് പിന്നെ രാജ്യമെല്ലാം പോയിട്ട് പോവുകയാണ്. ഞാൻ രാജ്യത്തിൻ്റെ അവസാനം വരെ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇന്ത്യ ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്സാണ് പബ്ലിഷ് ചെയ്തത്. പല പുസ്തകമുണ്ട്. ഈ തോമസ് ലീഗ വരുന്നതിന് മുമ്പേ ക്രിസ്ത്യൻ രാജവംശം ഇവിടെ ഉണ്ടായിരുന്നു. തോമസ് ലീഗ വന്നതിന് ശേഷമാണ് അതിന് മുമ്പ് ഇവിടെ തോമസിലേക്ക് മുമ്പേ എപ്പോഴുണ്ട്. തോമസ് ലീഗ വന്ന് ക്രിസ്ത്യാനി ഉണ്ടായതിനു ശേഷം ഒരു രാജ്യവും പട്ടാളവും